അതിൻ്റെ സൂക്ഷ്മാംശം പരിശോധിക്കാണ്ടാണ് നിങ്ങൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സൂക്ഷ്മാംശത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എതിർത്തിരുന്നില്ല. സർവകലാശാലകളെ എതിർത്തല്ലേ പക്ഷേ ഇവിടെ സ്വകാര്യ സർവകലാശാലകളെയും വിദേശ സർവകലാശാലകളെയും CPM അല്ലേ ഞങ്ങൾ എതിർപ്പാന്ന് അന്നുപോലെ ഇന്നുപോലെ വരുന്നു. വരട്ടെ, വരുന്നത് ഗവൺമെന്റ് അല്ലേ. ഇനി ഒരു കാര്യം നിങ്ങളോട് വിശദീകരിച്ചറിയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവാതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സൂക്ഷ്മാംശം പറഞ്ഞുതരാം, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാ ഞാൻ പറഞ്ഞു കേൾക്ക്. CPIMന്റെ രാഷ്ട്രീയ നിലപാട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അയ്യോ അത് മനസ്സിലായില്ല ഇതുവരെ. ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം CPIMുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് വരാൻ. ഞാൻ പറഞ്ഞില്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് പറയുന്നത്. CPIM നിലപാട് അല്ലെങ്കിൽ CPIയുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ധരിച്ചതേ തെറ്റ്. അതാദ്യം മനസ്സിലാക്കാതെ കൊണ്ടാണ് ഈ അബദ്ധത്തിലേക്ക് മുഴുവൻ ചെന്ന്. അതെ, ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് പ്രകടമായ അരോചകത്വ, ശോഷാത്മകത, പാർട്ടി നേതൃത്വ വൈരുദ്ധ്യാത്മകതക്കും തത്വശാസ്ത്ര വിഭാഗീയത ചിന്തക്കും മേലുള്ള ഭാവനാ വിജയം നേടിയ ഭരണമാണ് ഇതുവരെ ഞങ്ങൾ കാഴ്ചവെച്ചതെന്നുള്ളതാണ്. അതായത് പ്രശ്നാധിഷ്ഠിത CPMന്റെ ആധുനികവൽക്കരിച്ച വ്യവസ്ഥാപിത സിദ്ധാന്തങ്ങളുടെ ആശയങ്ങൾ സൂക്ഷ്മമായി അപഗ്രഥിച്ചിരിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് എടുത്തു പറയത്തക്ക ക്രമീകരിച്ചിരിക്കുന്ന ആവേഗങ്ങളാണ് പാർട്ടിയുടെ നിലപാടും ഇനി വരാനിരിക്കുന്ന മൂന്നാം ഭരണവും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മൊത്തത്തിൽ പ്രജകളുടെ അസ്തിത്വപരമായ അനുഭവബോധത്തിൻ്റെ വിയുക്തി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഐന്ദ്രികമായ അവബോധത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ യാഥാസ്ഥികരാണ് എന്ന്.